നമ്മുടെ ലണ്ടൻ മണ്ടന്റെ ആസനപ്രേമികളായിട്ടുള്ള 4 നിർഗുണ ബീജങ്ങൾ കുത്തിരുന്ന് സംസാരിക്കുന്ന കാട്ടവരാത വർത്താനമാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയാം, കുറച്ച് വിഡിത്തങ്ങൾ കേൾക്കാം, ചിരിച്ചോളൂ. വരെ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. തുടങ്ങട്ടെ. ലണ്ടനിൽ പോയി ആരിഫ് തേഞ്ഞെന്നാണ് 2 ദിവസമായിട്ടുള്ള വാർത്ത. നമ്മൾ 21ാം നൂറ്റാണ്ടായി, നമ്മള് റോക്കറ്റ് ഒക്കെ വിട്ട് കഴിഞ്ഞു, ചൊവ്വയിലേക്ക് മനുഷ്യന് പോകാൻ പോണു, ക്വാണ്ടം ഫിസിക്സിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് അച്ഛന് അവിഹിതത്തിലുണ്ടായ മകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ എന്നൊക്കെയാണ് നമ്മുടെ ചർച്ച. എന്താണിതിലെ ഇസ്ലാമിൽ അച്ഛന് മകളുമായിട്ട് ലൈംഗിക ബന്ധം, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചർച്ച. നമ്മുടെ നാട്ടിലെ ലണ്ടനിലെ ചർച്ച ആരാ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇസ്ലാമോ മുസ്ലിമോ ഒന്നും അല്ല. ഇവരൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ പ്രേമി, അതായത് എന്താ പറയുക, തലതൊട്ടപ്പൻ, മൂത്താപ്പ എന്നൊക്കെ പറയും. മൂത്താപ്പയായിട്ടുള്ള നമ്മുടെ ആരിപ്പൂവിൻ്റെ ചർച്ച ഇതൊക്കെയാണ് ആരിപ്പൂ അങ്ങ് നടന്ന് ലോകം മൊത്തം പറയും നടക്കുന്നത്. നാണുണ്ടോ? 4 എണ്ണം കുത്തിരുന്ന് പറയാം. നിങ്ങൾക്കൊക്കെ നാണുണ്ടോ? നിങ്ങളുടെയൊക്കെ മൂത്താപ്പ ഇതൊക്കെയാണ് ചർച്ചയായിട്ട് നടക്കുന്നത്, അതും ലണ്ടനിൽ. ഇമാതിരി ഒരു ഊളകളെ കാണുമ്പോൾ ഏതായാലും ചർച്ചയിലോട്ട് ഈ 4 പേര്, ഈ 4 ഗുണമില്ലാത്ത ബീജങ്ങൾ പറയുന്ന ചർച്ച നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ. വാ. 2026 ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ചാടിത്തുള്ളി വെട്ടാൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇസ്ലാം ചർച്ചയാവൂലേ? അപ്പൊ ഇസ്ലാമിന്റെ കൂടെ തന്നെ ഈ ഇസ്ലാം ഖുറാനിലുള്ള ചർച്ചയാവല്ലോ. 2026 ഇസ്ലാമിന്റെ പേരിലും പറഞ്ഞിട്ട് ആൾക്കാർ വെട്ടാൻ ഇറങ്ങുന്നുണ്ടോ അല്ലേ? നമ്മളിപ്പം ഇസ്ലാമിന്റെ പേര് അവിടെ നിൽക്കട്ടെ, ഈ ഹിന്ദുവിന്റെ പേരും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ സംഘിന്റെ പേരും പറഞ്ഞിട്ട് നാട്ടിൽ കാട്ടവരാതെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഇപ്പം നമുക്ക് കാണാനുള്ളൂ. അടിയും കുത്തും വെട്ടും, പള്ളി പൊളിക്കലും, ബീഫ് തിന്നാവ് കുത്തലും പിടിക്കലും, ഇത് മാത്രമേ ഇപ്പം ഇന്ത്യയിൽ കാണാനുള്ളൂ. ഐഫോണിന് ഓറഞ്ച് കളർ വന്നു കഴിഞ്ഞാൽ അത് ഹിന്ദുവിൻ്റെതാണ്. ഐഫോണിന് എന്താ പറയുക, ഐഫോണിലെ സിരി തിരിച്ചിട്ട് ജയശ്രീരാം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മുസ്ലിമിന് ജിഹാദിയാവുന്ന കാലം. അങ്ങനെ എന്ത് തൊട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ പ്രശ്നം. ഏതാണെങ്കിലും ഈ പറഞ്ഞ 4 ബീജങ്ങൾ സംസാരിക്കാൻ എന്താ നമുക്ക് നോക്കാം. ഇത് ഖുറാൻ, ഇത് കുറെ ന്യൂജൻ ആൾക്കാരുണ്ടല്ലേ, ഹദീസിനൊക്കെ എഴുതി തള്ളുന്ന കുറെ ന്യൂജൻ സുഡാപ്പികൾ ഇറങ്ങിയിട്ടുണ്ട്. അതെന്ന് ഖുറാൻ നമ്മൾ വെളുപ്പിച്ച് പരന്നു കൊണ്ടുവരാം. സംഭവം ഖുറാനിലുണ്ടോ ചോദിച്ചാൽ എന്റെ അറിവിൽ ഖുറാനിൽ ഇല്ല എന്നാണ്. എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര ബിസിയാണ് ഖുറാനിൽ. പക്ഷെ ഹദീസിലുണ്ട്, ഷാഫിയുടെ പഠനങ്ങളിലുണ്ട് എന്നാണ് ഞാൻ തപ്പിയെ പറഞ്ഞത്. അതിൽ ഇത്ര ഉള്ളു കാര്യം. ഷാഫിയുടെ പഠനത്തിലുണ്ടെന്നാണ് ഞാൻ തപ്പി പറഞ്ഞത്. ഷാഫി അവന്റെ മൂത്താപ്പയാണല്ലോ. അതിലപ്പുറത്തെ കുത്തിയിട്ട് ഞാൻ ഈ ChatGPTയിലും ഞാൻ ഈ ഗ്രോക്കിലൊക്കെ ചോദിച്ചു, എവിടെയും ഖുറാനിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ് അറിഞ്ഞത്. ഇപ്പുറത്തെ പൊട്ടം പറയണേ, അല്ല ഖുറാനിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് നമുക്ക് അറിയില്ലാന്ന്. എവിടെയെങ്കിലും ആ ഖുറാനിൽ ആ സാധനം ഉണ്ടെങ്കിലേ നിങ്ങളുടെ ആസനം താങ്ങിയില്ലല്ലോ ആരിപ്പൂ അപ്പം കാണിക്കേണ്ടി. ആരിപ്പൂ 15 മിനിറ്റ് അവിടെ തല കുത്തി പറഞ്ഞിട്ട് ഈ പറഞ്ഞ സാധനം ഖുറാൻ ആരിപ്പൂന് കിട്ടിയിട്ടില്ല. അപ്പോൾ ആരിപ്പൂന് കിട്ടാത്തത് ആരിപ്പൂൻ്റെ ഈ ആസനം നക്കുന്ന ഈ 4 എണ്ണത്തിനും കിട്ടൂല എന്നുള്ളത് പറയാം. ലോകത്തിൽ ആർക്കും ആ സംഭവം കിട്ടൂല എന്നും അത് ഇല്ല എന്നുള്ളത് പറയാം. ഏതായാലും സാപ്പിൻ്റെ ഇതിലുണ്ട് എന്ന് ഇവർ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഷാഫി ആരാണ് അല്ലേ? ഇമാം ഷാഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 മദ്ഹബുകൾ, അതായത് ഇസ്ലാം മതം പ്രചരിപ്പിച്ച 4 മദ്ഹബുകൾ 4 കാലഘട്ടങ്ങളിലായിട്ട് 4 സ്ഥലങ്ങളിൽ പ്രചരിപ്പിച്ച ആളുകളാണ് അല്ലേ. അതിൽ ആദ്യത്തെ മദ്ഹബായിട്ടുള്ള അനഫി മദ്ഹബ്, അതിലെ ഇമാം അബൂ ഹനീഫ ഹിജ്റ 80കളിലാണ് ആദ്യം ഈ ഒരു കാര്യത്തിനെ പറ്റി അന്ന് ഒരു ചോദ്യം ചർച്ച വന്ന സമയത്ത് അത് മ്ലേച്ഛമായിട്ടുള്ളൊരു കാര്യമാണ്, അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നവൻ അത് ഇസ്ലാമിൽ ഏറ്റവും വലിയ കുറ്റമായിട്ട് കണ്ട് അതിനെ എഴുതി തള്ളി കഴിഞ്ഞൊരു കാര്യമാണ്. ഖുറാനിൽ പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. ആദ്യത്തെ മദ്ഹബ്. ഇനി 2ാമത്തെ മദ്ഹബ് എടുത്തു കഴിഞ്ഞാൽ ഇമാം മാലിക്കും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു. ഇനി 4ാമത്തെ മദ്ഹബ്, 3ാമത്തതാണ് ഷാഫി മദ്ഹബ്. നമുക്ക് വരാം. അപ്പോൾ ഇമാം ഷാഫിയുടെ അടുത്തോട്ട് നമുക്ക് വരുന്നതിന് മുമ്പ് 4ാമത്തതാണെങ്കിൽ ഇമാം ഹംബാലി. ഇതിലും പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇത് ഇത്രയും വലിയൊരു കുറ്റമല്ല, ചിന്തിക്കാൻ കൂടെ പറ്റില്ല. അതായത് സ്വന്തം മാതാവിനെ കല്യാണം കഴിക്കാൻ, അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ കല്യാണം കഴിക്കാൻ, അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെയും വന്നിട്ടില്ല. ഇനി ഷാഫി മദ്ഹബിൽ പറഞ്ഞു എന്നൊക്കെ ഇവന്മാർ, ഈ വിവരമില്ലാത്ത വയട്ടാവളിയന്മാർ ആരോ എന്തോ പറഞ്ഞത് കേട്ട് ചലയ്ക്കുന്നതാണ് സംഭവം. ഷാഫി മദ്ഹബിൽ പറഞ്ഞത് ഒരാളെ നിങ്ങൾ കല്യാണം കഴിച്ചു, ഒരു അനാഥയായിട്ട്, അല്ലെങ്കിൽ അവരുടെ കുടുംബം അറിയാത്ത ഒരാളെ നിങ്ങൾ കല്യാണം കഴിച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ അറിയാണ് അവരുടെ ഉമ്മയുമായിട്ട് നിങ്ങൾക്ക് പണ്ടെന്നോ ഒരു വ്യഭിചരിച്ച അഭിഹിത ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൽ നിന്നുണ്ടായ കുഞ്ഞായിരിക്കുമോ ഇത് എന്നുള്ളൊരു സംശയം അവിടെ വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു വിവാഹം റദ്ദാക്കുന്ന കാര്യത്തിനെ പറ്റി നമുക്ക് ആ സമയത്ത് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി നിങ്ങളുടെ തന്നെ പുത്രിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യരുത്, അതിനേക്കാൾ വലിയൊരു തെറ്റില്ല എന്നാണ് ഷാഫി മദ്ഹബിലും പറഞ്ഞിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഒരു ABCD പറയാണ്ട് അവിടെ കാറിൽ കുത്തിരുന്ന് കൊണയടിയാണ്. എല്ലാ സംഘികളാണ്, നല്ല ഒന്നാന്തര സംഘി കുട്ടികളാണ്. കാരണം സംഘിസം മാത്രമേ പറയാറുള്ളൂ, ഇസ്ലാമിനെ കുറ്റം മാത്രമേ പറയാറുള്ളൂ. ഇനി സംഘിയാണെന്ന് സമ്മതിച്ച് തരാൻ ഒരു തരം സംഘി എന്ന് പറയുമ്പോൾ തന്നെ തുപ്പാൻ തോന്നുന്ന അവസ്ഥ എന്ന് ഇവർക്ക് തന്നെ അറിയാം. അപ്പോൾ സംഘിയാണെന്ന് സമ്മതിച്ച് തരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഏത്തിസ്റ്റാണെന്നാണ് പറയാം. പക്ഷേ സംഘിസം മാത്രമേ വിളമ്പാറുള്ളൂ.
ഞാൻ കൂട്ടത്തിൽ സംഖ്യയാണ് ഏത്യസ്റ്റാന്ന് കൂടെ സമ്മതിച്ചു തരാൻ പറ്റാത്ത ഒരുത്തിന് അപ്പുറത്ത് കാറിന്റെ ബാക്ക് സീറ്റിൽ ഹെൽമെറ്റ് ഇട്ടായിരിക്കുന്നത്. ഏതായാലും നമുക്ക് കേൾക്കാം, ഇവന്മാരുടെ ഒക്കെ ഒരു തള്ളു വർത്താനങ്ങളുണ്ട്. ഏതായാലും അത് കേട്ട് നോക്കാം. ബാക്കി പറ, ഇനി എന്താ കുട്ടനും പറയാനുള്ളത്? അപ്പോൾ ഷാഫി മദ്ഹബിന്റെ പ്രശ്നത്തോടുകൂടെ തീരുകയാണ് ഇവിടെ. ഇനി എന്താണോ ഇവരുടെ ചിന്താഗതി, യുക്തിവാദ ചിന്താഗതി നമുക്കൊന്ന് കേട്ട് നോക്കാം. അല്ലാതെ നിങ്ങളൊരു കല്യാണം കഴിച്ചാൽ അതിലുണ്ടാവുന്ന കുട്ടി നിങ്ങളുടെ ഒറിജിനൽ കുട്ടി. റിയാസ് വേണ്ടി കല്യാണം കഴിച്ച വ്യഭിചാരം പറഞ്ഞില്ലേ? എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ, വിശ്വാസികൾ ഇത് പിന്തുടരുന്നുണ്ടോ? അവിടെ ഉണ്ടായിക്കോട്ടെ ഇവിടെ ഉണ്ടായിക്കോട്ടെ, ഇപ്പൊ ഹിന്ദു മാത്രം എന്തൊക്കെ ഉണ്ട്, പക്ഷേ നമ്മള് മനുസ്മൃതിയെ പറ്റി കേട്ടില്ലല്ലോ. നമ്മളത് ഫോളോ ചെയ്യുന്നു. ഹിന്ദു മതത്തിൽ എന്തൊക്കെയുണ്ട്, ഈ വിശ്വാസികൾ ഇത് പിന്തുടരുന്നുണ്ടോ? ഇതാണ് ഇയാളുടെ ഒരു ചോദ്യം. നല്ല ചോദ്യമാണ്. ഈ സംഭവം ഒരു വിശ്വാസികളും പിന്തുടരുന്നില്ല. വിശ്വാസം ഇല്ലാണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവന്മാർ ഇതൊക്കെ പിന്തുടരുന്നുണ്ട്. നമ്മൾ ഉത്തരേന്ത്യയിലെ ചില കാഴ്ചകളുണ്ട്. സ്വന്തം മകളെ കല്യാണം കഴിച്ചാൽ, സ്വന്തം അച്ഛനെ കല്യാണം കഴിച്ചാൽ, സ്വന്തം അമ്മനെ കല്യാണം കഴിച്ചാൽ, ഇതൊക്കെ നമ്മൾ ഉത്തരേന്ത്യയിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ന്യൂസാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ന്യൂസുകളൊന്നുമില്ല. ഈ പറഞ്ഞ ഷാഫി മദ്ഹബ് പറഞ്ഞോ അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞോ എവിടെ ഈ കാര്യം പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ ഒരു സംഭവം ഇല്ല. ഇനി ഹിന്ദു മതത്തിൽ ഇതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പുറത്തെ കുട്ടി പറയുന്നുണ്ട് മനുസ്മൃതി. നമുക്കറിയാം, മനുസ്മൃതി മാത്രമല്ല, ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനമായിട്ട് ഒരുപാട് സ്മൃതികളുണ്ട്. ഈ മത്സ്യപുരാണം, ശിവപുരാണം ഒക്കെ എടുത്ത് നോക്കണം. ഇതിലൊക്കെ എന്താ വെച്ചാൽ എഴുതി വെച്ചിട്ടുള്ളത് ബ്രഹ്മാവിന്റെ അമ്പലം പോലും ഉണ്ടാക്കരുതെന്ന് ശിവൻ പറഞ്ഞത്. ശിവൻ അത് പറയാനുള്ള കാരണം എന്തായിരുന്നു അറിയോ? ഈ ലോക സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മാവ് സ്വന്തം ശരീരത്തിൽ നിന്നൊരു പെൺകുഞ്ഞിന് എന്താ പറയുക, ഒരു സൃഷ്ടി കൊടുക്കുകയാണ്, സ്വന്തം മകളായിട്ട് കാണുക. പക്ഷെ അവളുടെ ഈ സൗന്ദര്യം കണ്ട് ബ്രഹ്മാവിന് അവൾ എവിടെ പോയാലും അവിടേക്കൊക്കെ ഓരോ തലകൾ ഉണ്ടാവുക എന്നാ ഐതിഹ്യം. മുന്നോട്ടും സൈഡിലോട്ടും പിന്നോട്ടും ബാക്കോട്ടും മേലോട്ടും ഒക്കെ. അങ്ങനെ ഇവളങ്ങനെ ഭ്രമിച്ച് കല്യാണം കഴിച്ച സമയത്ത് ശിവൻ ഇത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ശിവൻ അങ്ങ് ഭൈരവ രൂപത്തിൽ ഇറങ്ങി വന്നിട്ട് 5ാമത്തെ തല, മേലോട്ട് വെച്ച തല ബ്രഹ്മാവിനെ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ലോക ജനതയോട് പറഞ്ഞു, ബ്രഹ്മാവിനെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, ഒരു ബ്രഹ്മചാരിയായിരിക്കേണ്ട, ലോക സൃഷ്ടാവായിട്ടിരിക്കേണ്ട ഇത്തരത്തിലുള്ള ഒരാൾ ഇത്തരത്തിൽ ചിന്തിച്ചു, ഇത്തരത്തിൽ കല്യാണം കഴിച്ചു, അവർക്ക് മക്കളുണ്ടായിട്ട് മനു എന്ന മകൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ബ്രഹ്മാവിനെ എന്താ പറയുക, നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം നമ്മൾ ഇവിടെ കാണാത്തതിനുള്ള റീസൺ. അപ്പം ഹിന്ദു മതത്തിലുണ്ടോ ഇതൊന്നും തപ്പി നമ്മളാരും പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇപ്പം ഇസ്ലാം മതത്തിൽ ഇങ്ങനെ സംഭവമേ ഇല്ല. പക്ഷെ ആരിഫിനെ പോലത്തെ ചെറ്റകൾ ഇങ്ങനെ ചെറ്റ വർത്താനം സ്വന്തം ഉമ്മനെ കയറി പിടിക്കാൻ വേണ്ടി അവനുണ്ടാക്കിയിട്ടുള്ള ഒരു കുനുപ്പാണ് ഈ സാറിനത്. ഇത് കണ്ടിട്ടാണ് ഈ സകല ഈ പട്ടിക്കൂട്ടങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോയത്. ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാം എന്താ പറയുക, ലിറ്റ്മസിൻ്റെ ഭാഗം അവരൊക്കെ. അതായത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ യുക്തിവാദ സംഘടനയുടെ ഭാഗങ്ങളാണ് ഈ പറഞ്ഞ എല്ലാ വേട്ടാവളിയന്മാരും. ആദ്യമായിട്ട് കേരളത്തിൽ ഈ ചർച്ച കൊണ്ടുവന്നത് ഈ പറഞ്ഞ ഇസ്ലാമല്ല, ഈ ചർച്ച കൊണ്ടുവന്നത് നിങ്ങളുടെ 2019 നടന്ന ലിറ്റ്മസിൻ്റെ പ്രോഗ്രാമിലാണ്. ഇതൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് അച്ഛനെ വേണേൽ കല്യാണം കഴിക്കാം, മകളെ വേണേൽ കല്യാണം കഴിക്കാം, അമ്മനെ കയറി പിടിക്കുക, പരസ്പരം ലൈംഗിക ബന്ധത്തിലാവാം എന്നൊക്കെ ഉള്ളത് ലിറ്റ്മസിലാണ് പറഞ്ഞത്. കേട്ടോ നോക്ക്, അതൊക്കെ അവർ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഇപ്പോഴും അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഇങ്ങനെ സ്വതന്ത്ര ലൈംഗികത നമ്മുടെ പാർട്ടാണ്. സ്വതന്ത്രത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതിയുടെ ഒരു പാർട്ടാണ് സ്വതന്ത്ര ലൈംഗികത. അല്ലാതെ അതിനു വേണ്ടിയിട്ടല്ല ഇവിടെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ അത് ഒരു പാർട്ടാണ്. നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർക്ക് ഒരു രീതിയുണ്ട് ഇല്ലേ, 100 സ്വതന്ത്ര ചിന്തകൾ ഉണ്ടെങ്കിൽ 1001 സ്വതന്ത്ര ചിന്തകളാണുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർ വളരെ ഇത് ഞാൻ ഇനി ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്തായിരിക്കും കരുതുന്നത്, ചിലർ വിചാരിക്കും പ്രതികൂലിച്ചാൽ എന്തായിരിക്കും കരുതുന്നത്. അതുകൊണ്ട് വളരെ നല്ല മൗനം, ഗൗരവതരമായിട്ടുള്ള മൗനമൊക്കെ ചിലരങ്ങ് അവലംബിച്ചു കളയും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ലിറ്റ്മസോളികളുടെ ഒരു പൂതി. അതായത് പരസ്പര സമ്മതം ഉണ്ടെങ്കിലേ, ഒരു കൺസെന്റ് ഉണ്ടെങ്കിൽ എന്തും ആവാം. പിന്നെ അതിൽ കുട്ടികൾ ഉണ്ടാവാണ്ട് നോക്കണം കേട്ടോ. അപ്പോഴത്തെ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അമ്മയുടെ കൂടെ കിടക്കാം, നിങ്ങൾക്ക് അച്ഛൻ്റെ കൂടെ കിടക്കാം. ഈ സത്യം എനിക്ക് പറയാൻ തന്നെ മടിയാവുന്നത്. ഒരു ഇത്രയും വലിയ വേദി, ലിറ്റ്മസിൻ്റെ വേദിയിൽ ഈ വേട്ടാവളിയിൽ ലിറ്റ്മസ് സോളികൾ ഇത്രയും പറഞ്ഞ് അത് കേട്ട് ചിരിച്ച് കൈയടിച്ചിരിക്കുന്ന സകല വാണക്കുറ്റികളുള്ള കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ 4 ആരിഫ് അടക്കം. അപ്പോൾ അവന്മാർ ഇത്രയും വലിയ ചർച്ച കൊണ്ട് അതിന് കൈയടിച്ച് പാസ്സാക്കിയിട്ടുള്ള ചെറ്റകളാണ് ഇവിടെ വന്ന് കുത്തിയിരുന്ന് ഇസ്ലാമിനെ പറയുന്നത്. ഇസ്ലാമിൽ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുമില്ല, ഖുർആനിൽ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുമില്ല. അത് കാണിച്ചൊരു ആരിഫിനെ കൊണ്ടിട്ട് പറ്റിയിട്ടില്ല, ലോകത്തിൽ ആരെ കൊണ്ടിട്ട് പറ്റിയിട്ടില്ല. എന്നിട്ടാണ് ഇവന്മാർ ഇവിടെ കൊണ്ട് കൂത്താടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഇനി ഇവന്മാരുടെ പൊട്ട ചിന്തകളെ പറ്റി നമുക്ക് ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്യാം. കേട്ടു നോക്ക്. ഇത് വിശ്വാസികൾ പ്രശ്നം എന്ന് വെച്ചാല് സത്യത്തിൽ ഈ വിശ്വാസികൾക്ക് ഖുർആൻ അറിയില്ല, പുള്ളി പിന്തുടരാൻ ഈ സാധനം തന്നെ നല്ലോണം അറിയില്ല. പക്ഷെ ഇവിടെ പ്രശ്നം കിടക്കുന്നത് ഏതെങ്കിലും ഒരുത്തന് എന്തെങ്കിലും ഒരു കാരണവശാൽ സ്വന്തം മോളെ എന്തെങ്കിലും ചെയ്തെന്ന് കൂട്ടി ഒരു എക്സാമ്പിൾ പറയാം, അങ്ങനെ അവല്ലാതെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഇത് വെളുപ്പിക്കാൻ ഖുർആൻ ഉപയോഗിക്കും. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. അത് വിശ്വാസി നേരെ പോയി ഖുർആനിൽ എഴുതി വെച്ചൊന്നും ചെയ്യാൻ നടക്കുന്നില്ല, പക്ഷെ വെളുപ്പിക്കാൻ ഖുർആൻ ഉപയോഗിക്കും. എങ്ങനെയുണ്ട്? ഇത്രയും ബോധവും വിവരവും ഇല്ലാത്ത ഏത് ഗുണം അതങ്ങ് പുറത്തോട്ട് കളഞ്ഞ ഇതുപോലത്തെ ഒരു സാധനം ഇന്ന് ഉണ്ടാവുമായിരുന്നു.
അവൻ്റെ അച്ഛനും അമ്മയും വരെ ചിന്തിച്ച് എളുപ്പത്. ഏതാ മരമണ്ട മരപ്പൊട്ട ഈ പറഞ്ഞ എങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ലാം ഏതെങ്കിലും മുസ്ലിം വിശ്വാസം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ഇത് എടുത്തിടാലോ. എടുത്തിടാൻ ആ ഖുർആനിൽ ഈ സാധനം ഇല്ലടാ മലവാണമേ ഇല്ല. പിന്നെ എടുത്ത് കഴിഞ്ഞ 1400 1500 വർഷമായിട്ട് ഈ മതം ഇവിടെ ഉണ്ടല്ലോ. ഇത്രയും കാലം ആരും ഇത് എടുത്തിട്ടില്ലല്ലോ. ഇത് എടുത്തിട്ടത് നിന്റെ ആരിപ്പോ മരപ്പൊട്ടനല്ലേ ഇപ്പോൾ എടുത്തിട്ടത്. പിന്നെ 2019 നിങ്ങളുടെ കൂട്ടരനെ എടുത്തിട്ട് അത് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നീ എന്ത് വിവരക്കേടൊക്കെ ഇതായത് കാണുന്നവർക്കൊരു ബോധമില്ലടോ. ഇമ്മാതിരി ഒരു ഊളത്തരം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണോ നിങ്ങളുടെ യുക്തിവാദികളായിട്ടുള്ള നടക്കുന്നത്? ഇവരൊക്കെ വല്ല ഭ്രാന്താശുപത്രി വരെ കയറ്റാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഓരോ ബീജങ്ങൾ. ഏതായാലും ബാക്കി പറ. പക്ഷെ വെളുപ്പിക്കാൻ ഖുറാനോ ഉപയോഗിക്കുമ്പോൾ ഖുറാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹദീസോ ഉപയോഗിക്കുമ്പോൾ അവിടെയാണ് ഈ സാധനങ്ങൾക്ക് ഒരു പ്രശ്നം കിടക്കുന്നത്. പക്ഷേ ഞാനിന്ന് കണ്ടു ആരിഫ് മൊത്തത്തിൽ തേഞ്ഞെങ്കിലും ഇന്നൊരു പോസ്റ്റ് ആരിഫ് ഇട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി ന്യായീകരിച്ചുകൊണ്ട് വേറൊരു ഇസ്ലാം വിശ്വാസി തന്നെ ഒരു ഇട്ടിരിക്കുന്ന ഒരു പാരഗ്രാഫോളം ഉണ്ട്. അതിൽ ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാമെന്നോ ചെയ്യാൻ പാടില്ലെന്നോ അത് കണ്ടിരുന്നോ? ഏതാ എടോ നാട്ടിലെ ആൾക്കാർ പലതും പറയും. അത് വിശ്വാസിയാണെന്ന് നീയാണോ തീരുമാനിക്കുക? വിശ്വാസിയാണോ വിശ്വാസിയില്ല അത് പടച്ചോൻ തീരുമാനിക്കേണ്ട കാര്യമില്ലേ? ഇപ്പം ഉത്തരേന്ത്യയിൽ ഒരുത്തൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, സ്വന്തം മോളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, സ്വന്തം അമ്മനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവൻ നല്ലൊരു തികഞ്ഞ വിശ്വാസിയാണ്. അതുകൊണ്ട് വിശ്വാസികളെ കണ്ടുപഠിച്ചോ നിങ്ങൾ അതുപോലെ ചെയ്യണമെന്ന് ഏതെങ്കിലും ഒരു ഹിന്ദു പറയണോ? ഒക്കെ എന്ത് വിവരം എന്ന് പറഞ്ഞത് ഇച്ചിരിയെങ്കിലൊക്കെ വേണ്ട എൻ്റെ ഒക്കെ തലയിൽ. എവിടുന്ന് കിട്ടുന്ന ഇമ്മാതിരി ഒരു ഐറ്റങ്ങൾ എന്ന് ആലോചിച്ചു. ഒത്തിരി ചർച്ച ചെയ്യുന്ന കാര്യത്തിൻ്റെ ABCD എന്താണെന്നറിയില്ല. കുറച്ച് ഇസ്ലാം വിരോധത ഉള്ളിൽ ഇഷ്ടം പോലുള്ളത് കൊണ്ടും സംഗീതം തുളുമ്പി നിൽക്കുന്നത് കൊണ്ടും ഇങ്ങനെ ഒന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി പറ, കുട്ടം പറ. ഇന്നത്തെ ഈ കാലത്ത് ഇതങ്ങോട്ട് ചർച്ച ചെയ്യാന്ന് വെച്ചാൽ അതും ഇംഗ്ലണ്ടിൽ ഏതൊരു സ്ക്വയറിലൊക്കെ നിന്നുകൊണ്ടാണ് ആൾക്കാർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന പറയുമ്പോൾ ഈ മുസ്ലിം ഓൾ ഓവർ ദി വേൾഡ് ഇസ്ലാം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇംഗ്ലണ്ടിലെ ഓൾ ഓവർ ദ വേൾഡിൽ ഇസ്ലാം ആണോ ചർച്ച? ഞാൻ വീണ്ടും ചോദിക്കുക, നീയൊക്കെ ആസനം പ്രേമിച്ച് ആസനം താങ്ങി നടക്കുന്ന അവനിട്ട് തരുന്ന അമേദ്യം നിന്ന് കഴിക്കുന്ന ആരിപ്പു അല്ലേ അവിടെ പോയിട്ട് ചർച്ച ചെയ്തത്? അവിടുത്തെ ആരെങ്കിലും ചർച്ച ചെയ്തോ? ചർച്ച ചെയ്യാമെന്ന് ആരിപ്പൂൻ്റെ അണ്ണാക്കിൽ അടിച്ചല്ലേ വിട്ടത്? ഇങ്ങനൊരു സാധനം നീ കാണിച്ച് തരികയാണെങ്കിൽ ഇതിനെ ഞങ്ങൾ സമ്മതിച്ച് തരാം, അല്ലെങ്കിൽ നീ പറഞ്ഞതിന് തെളിവ് കാണിച്ചു തരാന്ന് പറയുമ്പോൾ ആരിപ്പ അവിടെ നിന്നിട്ട് ഒരു വെട്ടിയ ചോര വരാത്ത അവസ്ഥയിൽ നിന്ന് അവിടെ നിന്ന് ഓടുന്നത് നമ്മൾ കണ്ടതല്ലേ? അപ്പം ചിന്തിക്ക്, ഇത് ഇസ്ലാമാണോ ചർച്ച ചെയ്തത്? നിൻ്റെയൊക്കെ തലതൊട്ട മൂത്താപ്പ ആ ചെറ്റല്ലേ അവിടെ പോയി ചർച്ച ചെയ്തിട്ടുള്ളത്? എവിടുന്ന് എങ്ങനെ കിട്ടുന്നടി നിന്നെ പോലത്തെ ഐറ്റങ്ങൾക്ക് ഇങ്ങനത്തെ ചിന്തകളും ചിന്താഗതിയും? ആ സംഗീതം മാറ്റി മനുഷ്യനെ പോലെ ചിന്തിച്ചു നോക്ക്, നിങ്ങൾക്കൊക്കെ ബോധം വരും, കുറച്ചെങ്കിലും ബോധം വരും. കഷ്ടം. ബാക്കി പറ, കേൾക്കട്ടെ. ആരിഫിന്റെ ഭാഗത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ അവിടെ പോയി കയറുമ്പോൾ നമ്മൾ സൈഡിലോട്ട് ഒരുത്തരുണ്ട്. അവന് സംഖ്യ എന്ന് പറയാനും വയ്യ, അവന് യുക്തിവാദിയാണെന്നും പറയാനും വയ്യ. രണ്ടും പറയാൻ പറ്റാത്തതുകൊണ്ട് അവന് ഹെൽമെറ്റ് ഇട്ടാ കാറ് കുത്തിരിക്കുന്നത്. ഇതാണ് സംഖ്യയ്ക്ക് അടിസ്ഥാനമില്ല, യുക്തിവാദിക്ക് അടിസ്ഥാനമില്ല എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിത്. പിടുങ്ങ് പറക്കി വിറ്റേക്ക് കയറുമ്പോൾ നമ്മളൊരു സാധനം വരുമ്പോൾ കയ്യിൽ ഡാറ്റ വേണമായിരുന്നു. അതിനൊരു ചെറിയ പാളിച്ച പറ്റി. പക്ഷെ അത് അഡ്ജസ്റ്റ് അത് പക്ഷെ ഇന്റർനെറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്ന്. പക്ഷെ ആരിഫിന് പെട്ടെന്ന് അത് റിപ്ലൈ ഉണ്ടായിരുന്നില്ല. ഒന്ന് അല്ലേ, നമ്മളൊരു കാര്യം കൃത്യമായി പറയുവാണെങ്കിൽ നമുക്കത് ഡോക്യുമെന്റ് കയ്യിൽ ഉണ്ടാവണം ഒറ്റ തൊള്ളേന്ന് കേളം ഇങ്ങനെ വിളിക്കുന്നു. ചെങ്ങ അതൊക്കെ തുടച്ചിട്ട് വർത്താനം പറയും. ഏതടി വെട്ടവളി. അപ്പോൾ ആരിഫിന്റെ കയ്യിൽ പോലും അങ്ങനെ ഒരു രേഖയില്ല. ഇല്ലാത്ത രേഖയും കൊണ്ട് ആരിഫ് അവിടെ കുത്തി മറഞ്ഞാൽ കിട്ടൂല മക്കളെ. ഇസ്ലാമിലില്ലാത്തൊരു രേഖ ആരിഫിന് ഉണ്ടാക്കാൻ പറ്റൂല. ആരിഫിന് ഉണ്ടാക്കാൻ പറ്റാത്ത രേഖ നീയൊക്കെ കാറ് കുത്തിരുന്ന് പറഞ്ഞാലും വരാൻ പോകുന്നില്ല. ഇങ്ങനത്തെ കേലൊലിപ്പിച്ച് തുപ്പലൊലിപ്പിച്ചിരിക്കാന്നല്ലാണ്ട് ഒരു പരിപാടി അവിടെ നടക്കൂല. ഒരു കാര്യം കൂടെ പറയാം. പുള്ളി പറഞ്ഞ കോണ്ടെക്സ്റ്റ് ശരിയാണോ അല്ലയോ എന്നുള്ള ഇതുവരെ പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളി അതിന്റെ തെളിവ് കൊണ്ടുവരാമെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളി അതേ ആൾക്കാരെ വെച്ച് ഇനിയും ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ പറഞ്ഞിരുന്നു. അത് ഇന്നലെ ആയിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? അത് ഇന്നലെ ആയിരുന്നു. പുള്ളി അവിടെ വന്നിട്ട് നമ്മൾ വ്യാഴാഴ്ച നമ്മൾ ഓൺലൈനിൽ ഒരു കോൺടെസ്റ്റ് വരാമെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ കൂട്ടരൊക്കെ ഓൺലൈനിൽ കുത്തിരുന്ന് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തു. ആരിപ്പൂ മോൻ വരും എന്ന് ധരിച്ചിട്ട്. എന്നിട്ട് അവരെന്ത് ചെയ്ത് ആരിപ്പൂ ഉമ്മ മരിച്ച സമയത്ത് എത്ര വൃത്തികെട്ട മ്ലേച്ഛകരമായിട്ടുള്ളൊരു പോസ്റ്റ് ഇട്ട്, നീയൊക്കെ നിന്റെ തന്തയും തള്ളയും ചത്താലും അത് ഇടണം കേട്ടോ, അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ. അപ്പോൾ ആരിപ്പൂ അത് ഇട്ടതിൻ്റെ അതിൻ്റെ സ്ക്രീൻഷോട്ടും വെച്ച് കുത്തിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരിപ്പൂ വന്നാൽ ആരിപ്പൂ മുങ്ങി. ആരിപ്പൂവിൻ്റെ നിലം തൊടുലെന്ന് ആരിപ്പൂന് മനസ്സിലായി. ഇവിടുത്തെ ഈ കോളിംഗ് എന്നും പറഞ്ഞ് 4 സംഖ്യക്ക് പൈസയും കൊടുത്ത് വിളിപ്പിക്കുന്നതല്ല. അവിടെ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അടിച്ച് കിട്ടും എന്നുള്ളത് കൊണ്ട് ആരിപ്പൂ മുങ്ങി. അതുകൊണ്ട് ഇനി അത് പറഞ്ഞു വരരുത് കേട്ടോ. ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇതുപോലൊരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ അത് സ്പീക്കേഴ്സ് കോർണറാണ്. ഇത് അറിയാത്തവരോട് ഇത് അവിടെ സ്ഥിരം നടക്കുന്ന പരിപാടിയാണ്. ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഇത് സ്ഥിരം നടക്കുന്ന പരിപാടിയാണ്. നമ്മുടെ നാട്ടിലെ കുറെ അറ്റവും മൂലം മാത്രം വായിച്ചിട്ട് ഓൺലൈനിൽ ഇരുന്ന് സംസാരിക്കുന്ന മണ്ടന്മാരെ പോലെ, കുറെ മദ്രസ പൊട്ടന്മാരെ പോലെ ഇരുന്നിട്ട് സംസാരിക്കുന്ന ആൾക്കാരല്ല അത്. അവരവരുടെ 20 വർഷത്തോളം ജീവിതം മൊത്തം അതിൽ ഖുറാനിൽ ഡെഡിക്കേറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പം തലയിൽ ഹെൽമെറ്റ് ഇട്ടോ, ഒരു ലേശം ബുദ്ധിട്ടോ. നമ്മളവിടുത്തെ അവിടെയും അറ്റിമൂല്യം അറിഞ്ഞ് ഈ ആരിഫിനെ സംസാരിക്കുന്നവർ, ആരിഫിനെ വിളിക്കുന്നവരല്ല. അവർ 20 വർഷം ഇതിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി ഉള്ളതുപോലെ പറയുന്നവരത് സമ്മതിക്കുന്നുണ്ട്. നമ്മുടെ ഹെൽമെറ്റ് വാല, അതിൽ ഹെൽമെറ്റ് വാലൊക്കെ കുറച്ച് ബുദ്ധി ആ കാര്യത്തിലുണ്ട്. ഇത് ഞാനിപ്പം മനസ്സിലാക്കുന്നുണ്ട്. കുഴപ്പമില്ല, നന്നായി. അത് മാത്രല്ല, ഈ ഒരു ഒറ്റ ഫോൾട്ട് വന്നതിന്റെ പേരിൽ ഇത്രയും നാൾ ആരിഫ് ഹുസൈൻ പറഞ്ഞത് മൊത്തം റദ്ദ് ചെയ്യപ്പെടുകയാണ് അവിടെ.
അല്ലേ? ആരിഫിനെക്കാട് സന്തോഷം കുറെ എക്സുകൾക്കാണ്. സോറി, സുഹാസിനെക്കാട് സന്തോഷം വേറെ എക്സുകൾക്കാണ്. എന്തോ കൊള്ളിച്ച് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. അല്ല, അതെന്താ വെച്ചാല് ഇപ്പൊ ഇവരൊക്കെ ഇന്റൻഷൻ സെയിം ആണെന്നുള്ളവർ പറയുന്നത് ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. അപ്പൊ അതിലൊരാൾക്ക് ഇത് കംപ്ലീറ്റ് ഫസ്റ്റ് ഇത് കംപ്ലീറ്റ് ഇല്ലാത്തല്ല, ആരിഫ് പറഞ്ഞതിൽ പാളിപ്പോയ സാധനം. അപ്പൊ അതിന് ഒന്നുമല്ല, ഇത് ആരിഫ് ഒന്ന് ചത്തൊടുങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് കയറി ഇരിക്കാൻ. എന്റെ പൊന്നു വേട്ടാവിളി, അത് കംപ്ലീറ്റ്ലി ഇല്ലാത്തതാണെന്ന് ഇനി നിനക്ക് എന്ത് തെളിവാ വേണ്ടത്? നീ പറഞ്ഞ ഹദീസിലുണ്ട്, ഹദീസ് എന്താന്ന് പോലും നിനക്കറിയാം. ഷാഫി ഗ്രന്ഥങ്ങളുണ്ട്, ഷാഫി ഗ്രന്ഥം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. നീ പറഞ്ഞ ഒരു സാധനത്തിൽ ഇതില്ല. ഇതിനെ വളച്ചൊടിക്കാൻ, ആരിഫിനെ ഉമ്മനെ കയറി പിടിക്കാനും ലിറ്റ്മസിലെ നിങ്ങളടങ്ങുന്ന സകല വേട്ടാവളിയന്മാർക്ക് സ്വന്തം വീട്ടിലെ അമ്മ പെങ്ങന്മാരെ മക്കളെ കയറി പിടിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന അജണ്ടയുടെ ഭാഗമായിട്ട് എന്തിനാണോ ഇത് ഇസ്ലാമിൻ്റെ തലയിൽ വെക്കുന്നത്? നിങ്ങളൊക്കെ അതിൻ്റെ ആൾക്കാരാന്ന് തോന്നുന്നുണ്ടല്ലേ? വീട്ടിലെ പിടുത്ത അങ്ങോട്ടുള്ള ആൾക്കാരാണ്. ഏതായാലും കൊള്ളാം, നല്ല വേട്ടാവളിയന്മാരാണ്. കുറച്ചുകൂടെ കേക്ക് നമുക്ക് ഇവരെ കോമഡി. ഒരു വേറൊരു കാര്യം കൂടില്ല, അതായത് മറ്റ് എക്സ് മുസ്ലിംസ് പോലും ആരിഫ് പറഞ്ഞതിനോട് യോജിക്കണില്ല എന്നുള്ളൊരു അതൊരു പ്രശ്നമാണ്. അതില്ല അങ്ങനെ ഒരു ആംഗിൾ ഇല്ലേ? ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ആരിഫിനെ ഈ ഒരു കാര്യത്തിൽ. കാരണം അവർക്കും അറിയില്ല ഈ ഖുറാനിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പലരും വായിച്ച് അവരുടേതായ വിവർത്തനങ്ങൾ, അവരുടേതായ നറേഷൻസ്, ഇതെല്ലാം കൂടി ആരിഫിനെ അറിയില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ഏതൊക്കെയാണ് ശരിക്കും ഇതൊക്കെ ഒരു ഉടായ്പ പരിപാടിയെന്ന് എനിക്ക് തോന്നുന്നു. സത്യത്തിൽ ഈ അരക്കുറാൻ മുറാക്കുറാൻ ഒറ്റ ഖുറാനുള്ളൂ. ആ ഖുറാൻ എല്ലാ കുന്തം ഉണ്ട്. ഇതൊക്കെ ഒരു ഐഡിയ തോന്നുന്നു. അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം, ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. മുന്നേ ഉണ്ടായിരുന്ന ഒരു പുസ്തകമാണ്. അതിൽ വലിയ അതായത് ഖുറാൻ ഒന്നേ ഉള്ളൂ, അരഖുറാനും മുറിഖുറാനും ഫുൾ ഖുറാനും ഒന്നുമില്ല. ഖുറാൻ ഒന്നേ ഉള്ളൂ. ആരും ഇത് വിവർത്തനം ചെയ്തവരും അത് തിരിച്ചു പഠിച്ചവരും മറച്ചു പഠിച്ചവരും ഒക്കെ ഒറ്റ അർത്ഥമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അർത്ഥം തെറ്റിച്ച് പറയുന്നത് നിങ്ങളെപ്പോലത്തെ കുറെ വേട്ടാവളിയന്മാർ, ആരിഫിനെ പോലത്തെ ബോധവും വിവരമില്ലാത്തവന്മാർ. അവന് തോന്നിയ പോലെ, അവന് സ്വാതന്ത്ര്യം വേണമെങ്കിൽ അതിന് മതത്തിനെ കുറ്റം പറഞ്ഞ് അവന് പെണ്ണ് പിടിക്കാൻ പോകണം. അവന് ഉമ്മനെ പിടിക്കാൻ വേണമെങ്കിൽ അതിന് മതത്തിനെ കുറ്റം പറഞ്ഞ് അവന് ഉമ്മനെ പിടിക്കാൻ പോകണം. അവന് ജൂത ഫണ്ട് വേണമെങ്കിൽ അതിന് മതത്തിനെ കുറ്റം പറഞ്ഞിട്ട് അത് ജൂതന്മാരെ സുഖിപ്പിക്കാൻ പോകണം. അതേപോലെ തന്നെ അവന് വീട്ടുകാരെയും നാട്ടുകാരെയും എങ്ങനെ സംഘികളെയും സുഖിപ്പിച്ച് ജീവിക്കണമെങ്കിൽ ഇസ്ലാം ഖുറാൻ എന്ന് പറഞ്ഞ സാധനം വേണം. അത്രേ ഇവിടെ നടന്നിട്ടുള്ളൂ. ഇവിടെ വേറെ ഖുറാന്റെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഇതുവരെ ഇല്ല. ഇത്രയും 1400 കൊല്ലങ്ങളായിട്ട് ഇവിടെ ഈ ഖുറാനും വെച്ചിട്ട് ഞാൻ എൻ്റെ മോളെ കെട്ടാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മനെ കെട്ടാൻ പോകുന്ന ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ. ഇവിടെ ആദ്യമായിട്ട് വന്നത് ആരിഫും ലിറ്റ്മസും ആണല്ലോ. അപ്പം മനസ്സിലാക്കിയാൽ മതി ഇവിടെ ആർക്കാണ് പ്രശ്നം, ആരാണ് ഖുറാൻ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പ്രശ്നങ്ങളുണ്ടാവും, അത് അക്സെപ്റ്റ് ചെയ്യാൻ. അവിടെ തന്നെ പ്രശ്നം വ്യത്യാസങ്ങൾ വരുത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മള് സിവിലൈസേഷൻ പുരോഗമിക്കുമ്പോൾ വികസനമാകണം. എന്താണെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ പോലും അല്ലേ, ഈ ബുക്കിന് മാത്രം ഒരു അപ്ഡേഷൻ. ഇതെന്താ പ്രശ്നം അറിയാം? കാലത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ കാലത്തിനനുസരിച്ചായിരിക്കണം ഖുറാന്. അതേപോലെ തന്നെ കാലം കഴിഞ്ഞ സാധനങ്ങൾ അതിന് ഒഴിവാക്കണം. പൊട്ടത്തരങ്ങൾ നമ്മൾ തുറന്നു പറയണം. ഉള്ളത് നല്ല വേണമെങ്കിൽ എടുത്തോ. ഇതൊന്നും ചെയ്യാതെ ലോകാസനം എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ആരിഫാണ്, ഇപ്പുറത്തെ ഖുറാനാണെങ്കിൽ ഇപ്പുറത്തെ ഞാനാണെങ്കിലും എന്ത് സംബന്ധിച്ചാൽ ഏറെ ഖുറാനായിരിക്കും. കാരണം ഇത് മാത്രമല്ല, ഇതിപ്പോ ഒരു അച്ഛൻ കുട്ടീന്റെ പ്രശ്നമല്ലേ, ബാക്കി എന്തൊക്കെ മണ്ടത്തരുണ്ട്. ഇപ്പൊ ഖുറാൻ ഇത് ആരിഫ് എത്ര ഏറെ പോയാലും ഖുറാൻ എന്നും ഏറെയായിരിക്കും. ഏറെ പോവുക ഖുറാനായിരിക്കും. ഖുറാനിൽ മാറ്റങ്ങൾ വരുത്തണമെന്നാണ്. സത്യത്തിൽ ഏറെ പോയത് ഇവിടെ ഖുറാനാണോ? ഇവിടെ ലോകത്തിൽ ഓരോ ദിവസം കൂടുന്തോറും ജനസംഖ്യ കൂടി വരുന്നതും അല്ലെങ്കിൽ ഈ കൺവേർട്ടഡ് ആയിട്ട് വരുന്നതും ഈ ഖുറാൻ പഠിച്ച മതത്തിലോട്ടല്ലേ? ഇവിടെ എയറിലായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടരാണ്, സംഖ്യകളാണ്. നിങ്ങളുടെ സംഖ്യത്തരം കാരണമാണ് ഇപ്പം ഹിന്ദുവിൻ്റെ ജനസംഖ്യ ഇല്ലേ, ഹിന്ദു വളരുന്നില്ലേ, ഹിന്ദുവിനെ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നേതാക്കൾ എന്നെ വിളിച്ചു പറയുന്നത്. താല്പര്യമില്ല. കാലത്തിനനുസരിച്ച് ആര് മാറി? ഇത് സ്വന്തം അമ്മനെ കയറി പിടിക്കണം, ലിറ്റ്മസ് പറഞ്ഞ പോലെ. ലിറ്റ്മസ് പറഞ്ഞു സ്വന്തം പെങ്ങളെ കയറി പിടിക്കണം. ഇപ്പോൾ പരസ്പരം പ്ലഷറിന് വേണ്ടി നമുക്ക് എന്തും ചെയ്യാം. ആ ഗ്രൂപ്പിലോട്ട് അപ്പോൾ ആൾ വരാത്തത്. ഇവിടെ ഓരോ ദിവസവും ഇങ്ങനെ നമ്പേഴ്സ് കൂടുന്നത് പ്രസവിച്ചിട്ട് മാത്രമല്ല, കൺവേർഷൻ ഏറ്റവും തോന്നെ വരുന്നത് മുസ്ലിമിലോട്ടും ഇസ്ലാമിലോട്ടുമാണ്. ഇവിടെ എയർ കയറിയത് ഇസ്ലാമും ഖുറാനും ഒന്നും അല്ല, നീ അടക്കമുള്ള സകല സംഘ കൂട്ടങ്ങളുമാണ് എയറിൽ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരിഫിനെ പോലത്തെ എല്ലാം പറവനെ പോലെ എയർ കൂടെ പാറിക്കൊണ്ടിരിക്കുക. കുറച്ചും ശൂന്യാകാശത്തെത്തും, അത് കഴിഞ്ഞ് അങ്ങോട്ട് വേറെ വല്ല ആകാശത്തിൻ്റെ അങ്ങോട്ട് എത്തും. അതുകൊണ്ട് ഇമ്മാതിരി ഊളത്തരം, അതായത് സംസാരിക്കുന്ന വിഷയത്തിനെ പറ്റി ABCD അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് കേൾക്കുന്നവൻ കളിയാക്കി ചപ്പിച്ചിരിക്കടാ നിൻ്റെയൊക്കെ ഊളത്തരം. അവിടെ കേല ഒലിപ്പിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് വേറെ വല്ല പണിക്കുമ്പോൾ ഈ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സ്വന്തം അമ്മനെ പിടിക്കാനാണ് താല്പര്യം. നിങ്ങളത് ലിറ്റ്മസിൻ്റെ നിങ്ങൾ തീരുമാനമാക്കിയിട്ടുള്ള ആ ഒരു കൗണ്ടർ പോയിന്റ് വെച്ച് നിങ്ങളത് ചെയ്തോ. ഇവിടെ മുസ്ലിങ്ങൾ ആരും നിങ്ങളെ പിടിക്കാൻ വരുന്നില്ല. ഹിന്ദു മതത്തിൽ അത് പറഞ്ഞിട്ടുണ്ടോ, ഹിന്ദു മതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ, മറ്റേ മത്സ്യശാസ്ത്രത്തിൽ അല്ലെങ്കിൽ മത്സ്യപുരാണത്തിൽ എന്താ പറയുന്നത് പറഞ്ഞാൽ ഒരു മുസ്ലിങ്ങളും നിങ്ങളെ പിന്നാലോടെ വരാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഈ മുസ്ലിങ്ങളോട് കാണുമ്പോൾ ചൊറിച്ചിലുണ്ടല്ലോ, അത് നല്ല രീതിയിൽ ആസനത്തിൽ ഇച്ചിരി ഈ നായ്ക്കുരുന്നപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ ചൊറിഞ്ഞിരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഈ മുസ്ലിമിൻ്റെ പേരിലും ഇസ്ലാമിനെ ചൊറിയാനും പോകില്ല. അപ്പം അങ്ങനത്തെ വല്ല പരിപാടി ചെയ്ത് മുന്നോട്ടൊക്കെ പിഴച്ച് ജീവിക്കാൻ നോക്ക്. വലിയൊരു വീഡിയോ ആണിത്. അതായത് 18 മിനിറ്റ് അപരാധം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു 3-4 ഈ നിർഗുണ ബീജങ്ങളുടെ ഒരു വീഡിയോ ആണിത്. ആരും പോയി കാണുന്നു വേണ്ട. അതിൽ ഇതൊക്കെ തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊള്ളം. ആരിഫിൻ്റെ ആസനപ്രേമികളുടെ ഓരോ കട്ടവരാതം. അതാണ് ഇതിന് നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു തലക്കെട്ട്.